ചെറിയ റോഡ് ആയത് കാരണവും ഭയങ്കര വാഹനങ്ങൾ കൂടുതലായത് കാരണവും ഹൈവേയിലുള്ള പോക്ക് മാക്സിമം കുറക്കലാണ്. പിന്നെ അടുത്ത് തന്നെയുള്ള ചുറ്റുവട്ടത്തെ ഉള്ളിലൂടെയുള്ള ചെറിയ ചെറിയ റോഡുകളോട് റൈഡ് ചെയ്യുന്നതാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ചെറുക്കുള്ള റൂട്ടിൽ കൂടി പോകുമ്പോൾ തിരിച്ചു വരുന്ന വഴിയിൽ അണങ്കൂറിലൊരു ബസ് KSRTC ബസ് തട്ടില്ല നിലക്ക് ഞാൻ ഇങ്ങനത്തെ ഇതിലേക്ക് കയറ്റി. ഈ കയറ്റുമ്പോഴേക്ക് ചെറിയ കട്ടില്ലാത്ത ടയറല്ലേ, വണ്ടി സ്ലിപ്പായി തെറിച്ച് എന്തോ ഭാഗ്യത്തിന് വീണില്ല എന്ന് പറയാം. ഇത് കാസർഗോഡ് മാംഗ്ലൂർ ഹൈവേ ആണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കറന്തക്കാട് പാലാണ് ഈ സൈഡ് കാണുന്നുള്ളത്. കേരളത്തിൽ പണി നടക്കുന്ന നാഷണൽ ഹൈവേയിൽ ഏറ്റവും സ്പീഡുള്ള ഭാഗം ചെങ്കള തലപ്പാട് റീച്ചാണെന്ന് അറിയാലോ. അതിൻ്റെ മാക്സിമം ഭാഗങ്ങളിലും പണി കഴിഞ്ഞിട്ടുണ്ട്. എന്താ ഇവിടെ സർവീസ് റോഡിൽ നിന്ന് ഡൈവേഷൻ പണി കഴിഞ്ഞ ഭാഗം കടന്നക്കാട് പാലാണ് എൻ്റെ ബാക്കിലുള്ളത്. അതിൻ്റെ കുറച്ച് ഭാഗം കൂടെ പണി കഴിഞ്ഞുള്ളൂ. ഞാൻ മോനെ നോക്ക്, ഇതിലൊക്കെ കയറിയാൽ പറക്കൽ. ഓപ്പൺ ഹൈവേ എന്ന് പറഞ്ഞിട്ട് ചവിട്ടി പിടിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ നല്ല മുട്ടുവേദനയാണ്. കുറച്ചായി മുട്ടുവേദന തുടങ്ങിയിട്ട്. അപ്പോൾ സ്ട്രെസ് എടുത്ത് ചവിട്ടി പിടിച്ച് ഹൈ സ്പീഡിൽ പിടിച്ച് സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ മുട്ടുവേദന വീണ്ടും കൂടുമോ എന്നൊരു പേടി. ചെറിയ റോഡായി. രാവിലെ ആയത് കാരണം കുറേ ടാങ്കർ ബസ്, പിന്നെന്താ ഇതൊക്കെ മാംഗ്ലൂർ കോളേജിൻ്റെ ബസ്സുകളാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ ബസ്സുകൾ, ഇങ്ങനെയൊക്കെ ഭയങ്കര റഷാണ് റോഡ്. രാവിലെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, തിരക്ക് കുറവായതുകൊണ്ട് എല്ലാവർക്കും മാക്സിമം എത്താൻ നോക്കും ഈ സമയത്ത്. അപ്പോൾ കണ്ണും മൂക്കും ഇല്ലാതെ ഊട്ടിപ്പിടിക്കും. എൻ്റെ ബാക്കിലും ബസ്. ഇതാണ് അവസ്ഥ. കുറേ സ്ഥലത്ത് പണി കഴിഞ്ഞിട്ടുണ്ട്, കുറേ സ്ഥലത്ത് പണി നടക്കുകയാണ്. അപ്പുറ സൈഡ് പണി കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പുറ സൈഡ് പണി തുടങ്ങിയിട്ടില്ല. വീണ്ടും പണി കഴിഞ്ഞ റോഡ്. ഒരു PA ബസ് പോയി, അതിന് മുമ്പ് ഒന്ന് പോയി, വീണ്ടും PAൻ്റെ അടുത്ത ബസ്. 5 മിനിറ്റിൽ ഒരു 4-5 PA ബസ്സാണ് ഒന്നിച്ച് പോകുന്നുള്ളത്. ബാക്കിൽ KSRTC. ബാംഗ്ലൂരിലൊക്കെ പ്രൈവറ്റൊക്കെ ഇപ്പോഴും ഉണ്ടാവും. പണി കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാവും. ഒരു ലോറി വരുന്നത് ഈ റോഡ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ റോഡ് ഇത്രയേ ഉള്ളായിരുന്നുള്ളൂ റോഡ്. ഇത്ര വീതി ഏകദേശം ഇത്ര തന്നെ. ഈ വീതിയിലുണ്ടായിരുന്ന റോഡാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ സ്ഥലത്ത് മുകളിൽ ഫുള്ള് മരങ്ങളായിട്ട് മരത്തിൻ്റെ തണലിലേക്കായിരുന്നു പോയിരുന്നത്. മുമ്പത്തെ കൊല്ലം ഞങ്ങളൊരു ഗ്രൂപ്പ് റൈഡ് വെച്ചിരുന്നു ഞങ്ങളെ ക്ലബിൻ്റെ ഇതിൽ കുമ്പള റിസോർട്ടിലേക്ക്. ആ സമയത്ത് ഇതിൻ്റെ അടിയിൽ പോയതും ആ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ മഴവെള്ളം ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങൾ മേലിലേക്കൊക്കെ ഒന്നാഴ്ച ഇങ്ങനെ കാറ്റിൽ വീഴതും. ചെറിയ റോഡായിരുന്നു ഇത്. ഇത്ര വീതി ഉണ്ടായിരുന്നോ, ഈ ഒരു വൺ സൈഡിൻ്റെ വീതി ഉണ്ടായിരുന്നോ എന്ന് വരെ ഡൗട്ടാണ്. ഹൈവേ ആണ് കേട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല. മുമ്പ് അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ നോക്കിയാൽ പക്ഷെ ആ മരങ്ങളും ആ സീനറിയൊക്കെ മിസ്സാകുന്നുണ്ട്. പോകാൻ പറ്റുന്നുണ്ട്. നല്ലൊരു കയറ്റം ഉണ്ടായിരുന്നു. ആ കയറ്റം ഈ റോഡ് വരുമ്പോഴേക്ക് അത്ര ഫീലാകുന്നില്ല. നല്ല വീതിയുള്ള നല്ല വിശാലമാകുന്ന അത്ര ഫീലാകുന്നില്ല ഈ കയറ്റം. കുമ്പളയിൽ നിന്ന് പോകുമ്പോഴും വരുമ്പോഴുള്ള ഒരേറ്റവും ബുദ്ധിമുട്ടായൊരു കയറ്റമായിരുന്നു. ഇനിയിപ്പോൾ ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇറക്കും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് കയറ്റാമല്ലോ. ആ കയറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്നിലൊക്കെ ഇട്ട് ചവിട്ടേണ്ടി വരുന്ന ആ സമയത്ത്. അവിടെയാണ് ഈ കാണുന്നുള്ളത്. അത് മാക്സിമം അവർ താത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. റിട്ടേൺ അടിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പറഞ്ഞില്ലേ ഒരു വലിയൊരു കയറ്റം ഉണ്ടായിരുന്നു. ആ കയറ്റം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്നല്ല, കുറച്ച് ആ മുകളിൽ ഇപ്പോൾ ഒരു ലോറിയാണ്, അങ്ങ് ഒരു ക്രെയിന് അതുവരെയാണ്. മുമ്പ് ഈ താഴോട്ട് സർവീസ് റോഡ് നോക്ക് എത്ര താഴെയാണെന്ന് ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ റോഡിലങ്ങ് സൈക്കിളും കൊണ്ട് കയറ്റിയാൽ ആദ്യം ഒരു ലെയർ കാണും.
ആ ലെയറിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ലെയർ കാണാം. അങ്ങനെ 2 ലെയർ പോലെയായിരുന്നു ഈ കയറ്റം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ കയറ്റം മാക്സിമം ഇല്ല എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു ഏകദേശം താഴത്തെ സർവീസ് റോഡ് കാണുമ്പോൾ ഒരു നില ബിൽഡിങ്ങിൻ്റെ ഉയരത്തിൽ പൊക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പോകുന്നുള്ളത് 2.5-ലാണ്. ഫ്രണ്ട് 2ഉം ബാക്ക് 5ഉം. ഇവിടുന്നൊക്കെ മുമ്പൊക്കെ കയറിക്കൊണ്ടായിരുന്നത് 1.1-ലാണ്. പിന്നെ സ്ട്രെസ് എടുത്താലേ കയറാട്ടോ, അത് നോർമലി ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നോർമൽ സ്ട്രെസ്സൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് കയറുന്നതാണ് 2.5-ൽ. ഇത് പൊളിക്കും. ഈ ഡ്രെയിനേജ് പോകുന്ന ഈ ഒരു ഏരിയയില്ലേ, ഇത് വെറുതെ കിടക്കുകയാണ്. ഇതൊന്ന് സെറ്റാക്കിയിട്ട് അത്രയും ഒരു നൈസ് റോഡാക്കിയിട്ട് ഒരു സൈക്കിൾ ട്രാക്ക് ആക്കിയിരുന്നെങ്കിൽ ഏതായാലും ഇതിൻ്റെ മുകളിൽ വണ്ടികൾ പോകാൻ പറ്റില്ല. അപ്പോൾ വെറുതെ കിടക്കുന്ന സാധനമല്ലേ, ഇതൊന്ന് സെറ്റാക്കിയിട്ട് സൈക്കിൾ ട്രാക്ക് ആക്കിയിരുന്നെങ്കിൽ എത്ര ഉപകാരവും. പറഞ്ഞിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു കാലത്ത് ഇനി മാറി വരുന്ന തലമുറ നമ്മുടെ മന്ത്രിമാരൊക്കെ ആർക്കെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് ബോധം വെക്കുകയാണെങ്കിൽ വരുന്നു പ്രതീക്ഷിക്കാം. ഈ സൈഡല്ലെങ്കിലും സർവീസ് റോഡിലുണ്ടല്ലോ ഇതേപോലെ. ഇവിടെ സൈക്കിൾ ട്രാക്കൊക്കെ ആക്കാം. ഏതെങ്കിലും കാലത്ത് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അല്ല, ഇതൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. പറക്കുന്ന കയറിത്തന്നെ കിടന്നിട്ട് ഇത് ഞാൻ താമസിക്കുന്ന റൂമിലേക്കുള്ള വഴിയാണ് കേട്ടോ. മഴ പെയ്തിട്ട് ഫുള്ള് ചളി പൊലിയായിട്ടുണ്ട്. ഇങ്ങോട്ട് സൈക്കിളായതുകൊണ്ട് കൊണ്ടുവരുന്നതാണ്. ബൈക്കൊന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല, നല്ല സ്ലിപ്പാണ്. ഇന്നലെ അങ്ങോട്ടെന്തോ ആവശ്യത്തിന് ലോറി പോയിരുന്നു. അതിൻ്റെ പണിയാണ്. തമ്പുരാനെ ഓ സ്ലിപ്പായി. ചളി കയറി, ബ്രേക്കിൻ്റെ റിമ്മിൻ്റെ ഇടയിൽ ചളി കയറി കര സൗണ്ട് വന്നിട്ട്